നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തൊക്കെ അങ്ങളെ എഴുതി വെച്ചിരിക്കുന്നെ? ഇപ്പൊ ഒരു ഏകദേശ ഐഡിയ കിട്ടിക്കാണല്ലോ. ഈശ്വരമംഗലം കുടുംബത്തിന്റെ മുഴുവൻ സ്വത്തുക്കളുടെയും 50% അവകാശം ഗൗതമിന്, 30% പാർവതിയുടെയും ഗോപിനാഥന്റെയും മകൾ യാമിനിയുടെ പേർക്ക്, ബാക്കി വരുന്ന 20% മാത്രം പ്രണവിന്. അതെങ്ങനെ ശരിയാവങ്ങളെ? അന്യായമല്ലേ കാണിച്ചിരിക്കുന്നെ? അതിലും വലിയ അന്യായമുണ്ട് ശിവാനി ഇതിൽ. പലർക്കായി അവകാശം എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിന്റെയും നോമിനി നിധിയാണ്. ആരാങ്ങളെ ഈ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയത്? വേറെ ആര്? ഗൗതം തന്നെ. മുഴുവൻ സ്വത്തുക്കൾ അവര് ഭാര്യയും ഭർത്താവും കൂടി അനുഭവിച്ച പിന്നെ ഞാനും പ്രണവും കൂടി ഭിക്ഷ എടുക്കാൻ പോവോ? ഇല്ലെങ്കിലേ ഇതെങ്ങനെ വിടാൻ പറ്റത്തില്ല. വിടരുത്. അങ്ങളും ഈ ഡോക്യുമെന്റ്സ് എവിടുന്നാ കിട്ടിയത്? ഇതങ്ങനെ എവിടെ നിന്നും കിട്ടുന്ന ഡോക്യുമെന്റ്സ് അല്ല. കാരണം ഈ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയതേ ഞാനാണ് ശിവാനി. അങ്കിളോ? എന്തിന്? പറഞ്ഞില്ലേ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഗൗതമും പ്രണവും തമ്മിൽ പിരിയണം. ഈ ഡോക്യുമെന്റ്സ് കണ്ടപ്പോ തന്നെ ഈശ്വരമംഗലത്തിന്റെ സ്വത്തുവകകൾക്ക് യാതൊരു അവകാശവുമില്ലാത്ത മോൾക്ക് പോലും ദേഷ്യം വന്നില്ലേ? അപ്പോ അവകാശമുള്ള പ്രണവ് ഇത് കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇതുവരെ നമ്മൾ കണ്ട അംഗമൊന്നും ആയിരിക്കില്ല ഈശ്വരമംഗലത്ത് നടക്കാൻ പോകുന്നത്. ഈ ഡോക്യുമെന്റ്സ് ഗൗതം ഉണ്ടാക്കിയതാണെന്ന് കൂടി നമ്മൾ സ്ഥാപിച്ചെടുത്താൽ അയാള് പോയി ചേട്ടന്റെ കരണത്തടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അല്ല, പക്ഷേ ഈ ഡോക്യുമെന്റ്സ് അങ്കിൾ ഉണ്ടാക്കിയതാണെന്നല്ലേ പറഞ്ഞത്?